ഹലോ ഡിയേഴ്സ്, പലരും കഴിഞ്ഞ വർഷം വരുത്തിയ ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോഴേ നേരെ തന്നെ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആക്ടിനോമോർഫിക് ഫ്ലവർ. നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ആ ഡെറ്റൂറ ആക്ടിനോമോർഫിക് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നേരെ ഡെറ്റൂറ എന്ന് പോയിട്ട് അപ്പൊ ഇതിപ്പം ഒരു നാലാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ OMR ഷീറ്റിൽ പോയിട്ട് 4-ൽ 1 എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങ് OMR ഷീറ്റിൽ എന്ത് ചെയ്യും, 4-ൽ 1 എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയി. കാരണം ഇവിടെ എന്താണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് നോക്കണം. ഡെറ്റൂറ, മസ്റ്റാർഡ്, ചില്ലി എല്ലാം അതിനകത്ത് ഓൾ ദ എബോ ആണ്. അപ്പം ഇവിടെ ഇതിപ്പോ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4-ൽ 4 നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, OMR ബബിൾ ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഇതിനകത്ത് കഴിഞ്ഞ വർഷം അതിനകത്ത് മറ്റൊരു മിസ്റ്റേക്ക് സ്റ്റുഡൻസിന് സംഭവിച്ച മിസ്റ്റേക്ക് ഇതായിരുന്നു. ഇതിനകത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഇത് 2023-ലാണ്. അപ്പൊ ഇത് ഞാനൊരു മോഡൽ വെച്ചതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യനുകൾ ഇപ്പം റീസെന്റ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് കണ്ടിട്ട് നിങ്ങൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് തെറ്റാണല്ലോ, ഇത് സൈക്കോട്ടിയിലാണ്, ഇത് കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, 3-ൽ രണ്ടാമത്തത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് മാർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പോയി. കാരണം ഇതല്ല, ഇത് മൾട്ടിപ്പിൾ ചോയ്സ് നോക്കിയിട്ട് ഇതിനകത്ത് ഒരുപാട് കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാടില്ല. ഇപ്പം ഇതിനകത്ത് B ഓൺലി ആണ്, പക്ഷെ ചിലത് AC ഉണ്ടാവാം, ഏതുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് നേരെ അങ്ങ് ബബിൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തെറ്റും. കാരണം ഇതിപ്പം ഇതിന്റെ ആൻസർ B ആണെങ്കിലും പക്ഷെ ഇവിടെ നോക്കൂ, നിങ്ങൾ ഇതിന്റെ ആൻസർ 1 ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ പോകും. പിന്നെ നിങ്ങൾ OMR ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷം അതിനകത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത സ്റ്റുഡൻസിന് പോലും ചിലപ്പോൾ OMR-ൽ ആ ഒരു ടെൻഷൻ കാരണം മിസ്റ്റേക്ക് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ OMR എങ്ങനെയാണ് ബബിൾ ചെയ്യുന്നത് നിങ്ങൾ പറയൂ. പിന്നെ നിങ്ങൾ OMR ബബിൾ ചെയ്യുമ്പോൾ എപ്പോഴും തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്പർ നിങ്ങൾ നോക്കണം. കാരണം അതിനകത്ത് ചില ക്വസ്റ്റ്യനുകൾ നിങ്ങളെ ചിലപ്പം വിട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഇപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു, ഒന്നാമത്തെ അത് 3-ൽ 1 നിങ്ങൾ മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. 3-ൽ 1 നിങ്ങൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. 3-ൽ 1 മാർക്ക് ചെയ്തിട്ട് അപ്പൊ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഞാനിപ്പം ബബിളിംഗ് കൂടി നിങ്ങൾക്ക് അതിന്റെ കാണിക്കാം. ബബിളിംഗ് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ബബിൾ ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പുറത്തെ ആ ഒരു റൗണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ഇതിന്റെ ഉള്ളിൽ ബബിൾ ചെയ്യാനും പെട്ടെന്ന് തന്നെ അതങ്ങ് തീർക്കാനും പറ്റും. അപ്പൊ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, അതിനകത്ത് മാക്സിമം നിങ്ങൾ ആ സർക്കിളിന് പുറത്തോട്ട് പോകരുത്, കിഡിലനായിട്ട് ബബിൾ ചെയ്യുക. ഇനി ബബിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ബബിൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, 3-ൽ 1. അപ്പൊ 3-ൽ 1 ഇവിടെയും അത് പറഞ്ഞുകൊണ്ട് തന്നെ ബബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടില്ല, നാലാമത്തെ ക്വസ്റ്റ്യൻ ബ്ലാങ്ക് ആണ്. അപ്പം അത് നിങ്ങൾ ഇനി അടുത്തത് അഞ്ചാമത്തത് നിങ്ങൾ 2 ആണെങ്കിൽ 5-ൽ 2 എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് 5-ൽ 2 എന്ന് നിങ്ങൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലോ, ഇതിൽ 2 ആണല്ലോ, 5-ൽ 2 എന്ന് അവിടെ മനസ്സിൽ പറഞ്ഞിട്ട് ഇവിടെയും അത് 5-ൽ 2 എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് 4-ൽ നിങ്ങൾ 5-ൽ 2. അപ്പൊ ഈ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ 5-ൽ 2-ലേ അത് പോകുള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾ അവിടെ ക്വസ്റ്റ്യൻ ബുക്കിലെറ്റിലെ ആ ക്വസ്റ്റ്യന്റെ ആ നമ്പരും അതുപോലെ തന്നെ നിങ്ങളുടെ അതിനകത്ത് നിങ്ങളുടെ OMR-ലെ ആ നമ്പരും അതിനകത്ത് നിങ്ങൾ മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ OMR ഫില്ല് ചെയ്യുന്ന കാര്യം ഞാൻ ഇതിനകത്ത് പറയാം. അപ്പൊ ഇതിനകത്ത് നോക്കൂ, നിങ്ങൾ ഇതിനകത്ത് നിങ്ങളുടെ റോൾ നമ്പർ കാര്യങ്ങൾ, അപ്പം OMR എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വെക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കും. നിങ്ങളുടെ റോൾ നമ്പർ ഇതാ ചെയ്യുക. അതൊക്കെ ഞാൻ ഇതിന്റെ ടൈമിംഗ് എപ്പോഴാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് 1:45 ടെക്സ്റ്റ് ബുക്കിലെറ്റ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതിനകത്ത് ഫില്ലിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ 1:50 സ്റ്റാർട്ട് ചെയ്ത് 2 മണിക്ക് എക്സാം വായിക്കാൻ തുടങ്ങണം. അപ്പൊ അവിടെ ഡിലേ വരുത്തരുത്. അപ്പൊ പെട്ടെന്ന് നിങ്ങളുടെ റോൾ നമ്പറൊക്കെ ശ്രദ്ധിച്ച് അതിനകത്ത് മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു OMR കിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ബബിൾ ചെയ്യുക. ബബിൾ ചെയ്യുമ്പോഴും ഓരോ അത് നോക്കിയിട്ട് ആദ്യത്തെ ഈ റോൾ നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ടെക്സ്റ്റ് ബുക്കിലെറ്റ് നമ്പറും അതുപോലെ നിങ്ങൾ ഫില്ല് ചെയ്യുക. പിന്നെ അതിന്റെ കോഡ് ഉണ്ടാകും, അത് നിങ്ങൾ ഇവിടെ എഴുതുക. പിന്നെ ഇതിപ്പം ഞാൻ കഴിഞ്ഞ വർഷത്തേക്ക് ഒരു മോഡൽ വെച്ചിട്ടുള്ള ഒരു OMR ഷീറ്റിന്റെ മോഡലാണ് നിങ്ങൾ കാണിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇവിടെ ഇപ്പം അതിനകത്ത് ഞാൻ ഇതിനകത്ത് വളരെ സ്മോൾ ആക്കിയതുകൊണ്ട് കാൻഡിഡേറ്റ്സ് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ഇവിടെ വെക്കാനുണ്ട്. അതുപോലെ മദേഴ്സ് നെയിം ഉണ്ട്. പിന്നെ അതൊക്കെ നിങ്ങൾ ഇമേജ് അവിടെ ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് കിട്ടും, ഇതൊക്കെ ഫില്ല് ചെയ്യാനുള്ള. അപ്പൊ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് റോൾ നമ്പറും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെറ്റ് നമ്പറും ടെക്സ്റ്റ് കോഡും സംഭവമൊക്കെ കൃത്യമായിട്ട് എഴുതുക. പിന്നെ ഇതിനകത്ത് നിങ്ങളുടെ ഡിക്ലറേഷൻ, നിങ്ങളുടെ സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് നെയിം ആണ്, അതുപോലെ തന്നെ മദേഴ്സ് നെയിം, അതുപോലെ ഫാദേഴ്സ് നെയിം കാര്യങ്ങൾ. പിന്നെ കാൻഡിഡേറ്റ്സ് ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ് ഇംപ്രഷൻ സംഭവം ഉണ്ട്. പിന്നെ സിഗ്നേച്ചർ ഓഫ് ദി ഇൻവിജിലേറ്റർ വിതൗട്ട് അവർ ചെയ്തോളൂ. അപ്പൊ ഇത് ഇപ്പം ഇതിനകത്ത് ചിലപ്പം ഈ ഒരു OMR-ൽ ചിലപ്പോൾ ഒന്നുണ്ടാവും, ഫില്ല് ചെയ്യേണ്ട ഡാറ്റയിൽ ചിലപ്പം ചേഞ്ചസ് ഉണ്ടാകാം. അപ്പൊ നിങ്ങൾ എന്തായാലും അത് നോട്ട് ചെയ്തിട്ട് അതിനകത്ത് ആ രീതിയിൽ അതിനകത്ത് ചെയ്യുക. കാരണം പുതിയ OMR-ൽ എങ്ങനെയായിരിക്കും എന്നതനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. ഇത് മോഡൽ ഞാൻ കഴിഞ്ഞ വർഷത്തെ വെച്ചതാണ്. അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ എഴുതാൻ സാധിക്കട്ടെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.